ഹലോ ഗൈസ്, അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ വന്നിട്ട് വേറൊന്നുമില്ല. ഞാൻ വീട് മാറിയതിന്റെ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ വീട്ടിലെ ഒരു കിച്ചൺ വ്ളോഗുമായിട്ടാണ്, ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ കിച്ചണൊക്കെ ഒരു രീതിയിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ രാവിലെ കിച്ചണിലോട്ട് വന്നിട്ട് പിന്നെ ജനലൊക്കെ തുറന്നിട്ടു. നല്ല പണിയുണ്ടായിരുന്നു, കാരണം രാത്രി ഫുൾ ചെയ്യേണ്ട വീട്ടിലായിരുന്നു. അപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല, മടിയായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ അതേപോലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചേട്ടൻ കടയിൽ പോകണമായിരുന്നു. അപ്പൊ കടയിൽ പോണത് കൊണ്ട് തന്നെ വെള്ളമൊക്കെ കുപ്പിയിലാക്കി. അപ്പൊ പിന്നെ എന്റെ ജോലിയിലോട്ട് കിടക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പാത്രങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു, കഴിയാൻ സമയങ്ങളില്ല. രാത്രി നല്ല താമസിച്ചാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിനെല്ലാം ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം പിന്നെ ഗ്യാസൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ നേരെ പാത്രങ്ങൾ കഴുകാനായിട്ട് പോയിട്ടു. പാത്രം കഴുകാൻ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്, സോപ്പ് ഉപയോഗിക്കില്ല. അപ്പം ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്, കാരണം നല്ല പതഞ്ഞ് കിട്ടുകയും ചെയ്യും. അതുപോലെ കഴുകാനും നല്ല സുഖമായിരിക്കും. ഇപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കണം. ഞാൻ ചേട്ടൻ പുട്ട് കഴിക്കണതല്ല, പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് മസാല പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ചിരണ്ടിയതിന് ശേഷം പുട്ട് എടുത്ത് വെച്ചു കേട്ടോ. പുട്ട് നല്ലപോലെ കുഴച്ച് അടുപ്പിലോട്ട് വെച്ചു. തേങ്ങയൊക്കെ ഇട്ട് പുട്ട് അടുപ്പിലോട്ട് വെച്ചു. അപ്പൊ പുട്ടുകുറ്റിയിൽ എന്തായി തുണിയെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചപ്പോൾ തൊട്ട് ആവി താഴോട്ടാണ് പോകണം, മുകളിലോട്ട് പോകില്ല. ആവി പോകാൻ വേണ്ടിയിട്ടാണ്. അത് മുട്ടയൊക്കെ അവിക്കാൻ വെച്ചതിന് ശേഷം ഇത് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം മസാലകളെല്ലാം കയ്യത്തും ദൂരത്ത് കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യാൻ ഒരു സുഖമാണ്. അങ്ങനെ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾ പുട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 സവാളയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചു. അത് പിന്നെ കടുവറുത്ത് സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് പിന്നെ അവിച്ച മുട്ട, പച്ചമുട്ട ഇട്ടാൽ മതി കേട്ടോ. അവിച്ച മുട്ട അത് ശ്രദ്ധിക്കാതെ പോയതാണ് ഞാൻ. അങ്ങനെ പുട്ടൊക്കെ പൊടിച്ച് മസാലയിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ മസാലപ്പുട്ട് റെഡിയായി. അപ്പോഴേക്കും പൊന്നു എണീറ്റിട്ടുണ്ടായിരുന്നു. പൊന്നു നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റു. പിന്നെ ചേട്ടൻ വന്നിട്ടു. ചേട്ടൻ കാപ്പി പിടിക്കാൻ വേണ്ടി കടയിൽ നിന്ന് വരും. അടുത്താണ് കട, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചേട്ടനും കട്ടൻ ചായയും മസാലപ്പുട്ടുമൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ചേട്ടനും പൊന്നും കൂടെ ഇരുന്ന് കളിച്ച് കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ചെന്നിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.